ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യത്തിലേക്ക് കിടക്കാം. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്ത് നിലാങ്കര എന്ന പ്രദേശം, അവിടെ 18-ാം വാർഡിൽ താമസിക്കുന്ന അരവിന്ദാക്ഷൻ ചേട്ടൻ്റെ മകനായിട്ടുള്ള ആദർശ് എം, വയസ്സ് 23. ഈ കുട്ടിക്ക് 2 വൃക്കകളും കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ട് തകരാറിലാണ്. തകരാറെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടും പ്രവർത്തനരഹിതമാണ് ഈ 2 വൃക്കകളും. അപ്പോൾ ആ കുട്ടിക്ക് ലൈഫിലേക്ക് തിരിച്ചു വരണമെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ മുമ്പിലില്ല. ഇനി കിഡ്നി ട്രാൻസ്പ്ലാന്റ് എല്ലാവർക്കും അറിയാം, ഓപ്പറേഷൻ ചെലവ് തന്നെ ഏകദേശം 5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ ഉണ്ടാവും. അതുകൂടാതെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഏകദേശം 3-4 മാസത്തോളം ഹോസ്പിറ്റലിൽ റൂം എടുത്തിട്ട് ഡോണറും റെസിപ്പിയൻറ്റും 2 പേരും അവിടെ തന്നെ താമസിക്കണം. കാരണം അവരുടെ ഹെൽത്ത് ഒക്കെ ഫിറ്റ് ആണോ എന്ന് അറിഞ്ഞതിന് മൊത്തത്തിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ തിരിച്ചു വീട്ടിലേക്ക് അവരെ വിടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ടോട്ടൽ ചെലവ് എന്ന് പറയുന്നത് ഏകദേശം 30 മുതൽ 35 ലക്ഷത്തോളം ആവും. അപ്പം ഈ കുട്ടിക്ക് ഡോണറായിട്ട് വന്നിട്ടുള്ളത് ഈ കുട്ടിയുടെ അമ്മ തന്നെയാണ്, സ്യൂട്ടബിൾ ഡോണർ തന്നെയാണ്. പക്ഷേ ഇത്രയും ഒരു ഹ്യൂജ് ചെലവ് എന്ന് പറയുന്നത് അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കമ്മിറ്റീനൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഏകദേശം 4 ലക്ഷത്തോളം രൂപ മാത്രമേ അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. റിമൈനിങ് 30 ലക്ഷം എങ്കിലും ഇവർക്ക് വേണം. അതിന് ഇവർക്ക് ആരുടെ മുന്നിൽ മീൻസ് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല. അവരാകെ ഹെൽപ്ലെസ് ആയിട്ട് ഇരിക്കുകയാണ്. ഈ മാസം തന്നെയാണ് ഓപ്പറേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്രയും വലിയൊരു തുക ഇത്രയും ചുരുങ്ങിയ ടൈം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ സോഷ്യൽ മീഡിയ അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചതും. എനിക്കറിയാം എൻ്റെ ചാനലിൽ, ഞങ്ങളുടെ ചാനലിൽ 1000 ബിലോ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. അവർ മാത്രം വിചാരിച്ചാലൊന്നും പോരാ. എൻ്റെ റിക്വസ്റ്റ് ആണ്, എൻ്റെ ഓർഡറാണ്, ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ടിട്ട് ആരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിൽക്കണ്ട. പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം, ഇത് എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രയും ഷെയർ ചെയ്യുക, അത്രയും ആൾക്കാരിലേക്ക് എത്തിക്കുക. അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ ലാസ്റ്റ് ഇടുന്ന പോസ്റ്ററെങ്കിലും മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തിട്ട്. കേരളത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. ഇത്രയും ജനങ്ങളൊന്നും ഇതിനകത്തേക്ക് മനസ്സ് വയ്ക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പകരം 30,000 പേര് മാത്രം, ഞാൻ അടങ്ങുന്ന 30,000 പേര് മാത്രം മനസ്സ് വെച്ചാൽ മതി. 100 രൂപ വെച്ചിട്ട് ഇടുവാണെങ്കിൽ 30 ലക്ഷം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇനി ഈ ഒരു വീഡിയോനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്നില്ല. പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ എൻഡിൽ ഞാനൊരു പോസ്റ്റർ കൊടുക്കും. ആ പോസ്റ്റർ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, അത് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുള്ള സംഭവം കൊടുക്കും. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് മാത്രം നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ അക്കൗണ്ട് എത്രയും പെട്ടെന്ന് അറിയട്ടെ. ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊന്നും നിങ്ങൾ ആരും വിചാരിക്കേണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മളെല്ലാവരും കൂടിയിട്ടൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ചേഞ്ച് ആയിരിക്കും. അതിൻ്റെ കഷ്ടപ്പാടിനകത്ത് അതിനൊരു മോചനം ലഭിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. തരാം.